സാധാരണ ആധ്യാത്മിക പ്രഭാഷണങ്ങളാണ് നമ്മൾ സുഹൃതത്തിൻ്റെ ഒരു സമ്മേളനത്തിലും കൂടാറ്. അതിൽ നിന്ന് വിപരീതമായിട്ട് ഒരു വേദനയുടെ, ദുഃഖത്തിൻ്റെ, നഷ്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം നമിക്കാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഏറെ ആദരണീയനായ ഭാസ്കർജിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സർവാധരണീയരായ ജസ്റ്റിസുമാർ, നമ്മുടെ സ്വന്തം സുഹൃത്തും കുടുംബാംഗങ്ങൾ, ഭാസ്കർജിയുടെ കുടുംബാംഗങ്ങൾ, ആദരണീയരായ മറ്റെല്ലാ വ്യക്തികൾക്കും നമസ്കാരം. ഒരു നിമിഷം നമുക്ക് ഭാസ്കർജിയുടെ ആ ആത്മാവിന് വേണ്ടി, അതുപോലെ സുനിൽജിയുടെയൊക്കെ ആത്മാവിന് വേണ്ടി, അന്ന് ഞാൻ സുനിൽജിയുടെ ആ ഒരു വേർപാട് സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അപ്പോൾ നമുക്കൊരു മന്ത്രജപത്തോടു കൂടിയിട്ട് ഒന്ന് പ്രഭാഷണത്തിലേക്ക് കടക്കാം. എല്ലാവരും നിവർന്നിരിക്കുക. പറയുന്നത് നഹി കല്യാണക്ക് ദുർഗതിം താതകച്ചതി. കല്യാണകൃത് ആ വാക്ക് വളരെ പ്രധാനമാണ്. അതാണ് ഭാസ്കർജിക്കൊക്കെ കിട്ടിയൊരു വലിയ അനുഗ്രഹം. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മംഗളമുണ്ടാകുന്ന നല്ല കർമ്മങ്ങൾ ആര് ചെയ്യുന്നുണ്ടോ ദുർഗതി ആർക്ക് ദുർഗതിയില്ല. അവര് സുഹൃതികളുടെ അല്ലെങ്കിൽ യോഗപൃഷ്ടോ വിജായതേ, അങ്ങനെയുള്ള ആത്മാവിന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥന നടത്തുമ്പോൾ നല്ല കുടുംബങ്ങളിൽ നല്ല സംസ്കാരമുള്ള സുഹൃതമുള്ള ഒരു കുടുംബത്തിൽ ജന്മം കിട്ടണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത്. അപ്പം എല്ലാവരും ഇനി നിവർന്നിരിക്കുക. എന്തിനായി ഈ മന്ത്രം ജപിക്കുന്നതെന്ന ബോധം നമുക്കുണ്ടാകും.